ഇത് 15 കിലോമീറ്റർ പോകാനുള്ള അനുവാദം ഉണ്ടെങ്കിലും നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് 1 കിലോമീറ്ററോ 600 മീറ്റർ 500 മീറ്ററൊക്കെ ഫ്ലൈ ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് കാണുന്നൊരു ഡിസ്റ്റൻസ്. പക്ഷേ ഈ FPV ഡ്രോണുകൾ ഫ്ലൈ ചെയ്യുന്നത് അതിൻ്റെ നമ്മളുടെ ഗോഗിൾസ് എന്ന് പറയും, ഗോഗിൾസ് വെച്ചാണ് ഫ്ലൈ ചെയ്യുന്നത്. അത് ഹൈ സ്പീഡിൽ വണ്ടിയുടെ അടിയിൽ കൂടെ, ഒരു വണ്ടിയുടെ ഉള്ളിൽ കൂടെ, ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകാനായിട്ടാണ് ആ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. ഈ ഡ്രോണുകളും ആ ഡ്രോണുകളും തമ്മിൽ കുറച്ചും കൂടെ ചെറുതാണോ? അതോ ചെറുതാണ്. അതിന്റെ റെസൊല്യൂഷൻ 4K ഉണ്ടാവുള്ളൂ. ചില ഡ്രോണുകൾ 5.2K വരും. ഇത് 8K റെസൊല്യൂഷനാണ്. അപ്പൊ ഇത് വലിയ ഡ്രോണും ചെറിയ ഡ്രോണും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ ഒരു ഷോട്ട് കണ്ട് ഈ ഡ്രോൺ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഫ്ലൈ ചെയ്യാൻ പറഞ്ഞത് ഇത്രയും കോസ്റ്റ്ലി ഡ്രോണാണ്. ഇത് തട്ടാൻ പാടില്ല. ഇതിന്റെ സെൻസറുകൾ നമുക്ക് എല്ലാവരും ഉണ്ടെങ്കിലും, കാരണം ഈ കാണുന്ന എല്ലാ സെൻസർ, അതിന് ചുറ്റും സെൻസർ ഉണ്ടെങ്കിലും ഈ സെൻസറുകളെല്ലാം ഓഫ് ചെയ്തിട്ടാണ് നമുക്ക് ഫ്ലൈ ചെയ്യുന്നത്. കാരണം സെൻസറുകൾ ഉണ്ടെങ്കിൽ 2-3 മീറ്ററോ അകലെന്ന് വരുമ്പോഴേക്കും തന്നെ ബ്രേക്ക് ചെയ്ത പോലെ തുടങ്ങും. ഒരു ഇൻസ്പയർ 3യുടെ റേഞ്ച് എന്ന് പറയുന്നത് 15 കിലോമീറ്റർ ആണ്. നോർമലി 12 കിലോമീറ്റർ ആണ് ഒരുവിധം കിട്ടുന്നത്. കമ്പനി പറയുന്നത് 15 കിലോമീറ്റർ. പക്ഷെ നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് മാക്സിമം 1.5-2 കിലോമീറ്റർ. അല്ല, പോവല്ല, അതിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് അല്ലാതെ പോയി കഴിഞ്ഞാൽ വിഷ്വല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വെറുതെ എൻ്റെ സ്കില്ല് കാണിക്കാനോ ഡ്രോണിന്റെ ഓപ്പറേഷൻ കാണിക്കാനോ നമുക്ക് ഡിസ്റ്റൻസ് പോകേണ്ട ആവശ്യം.